ഒരു തൊട്ടി റൊമാൻറ്റിക് സിനിമ കണ്ടു. നാഥാനിയ. ധർമ്മ പ്രൊഡക്ഷൻസിന്റെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ഒന്നും ശരിയല്ല സിനിമയിൽ. ഒരു വേസ്റ്റ് ആയ ഒരു ബോറ് സിനിമ. സ്റ്റാറിംഗ് ഇബ്രാഹിം അലി ഖാൻ, ഖുഷി കപൂർ. ഇവർ രണ്ടുപേരും നല്ല അലമ്പായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഡബ്ബിങ്ങും പരമ ഷോ ആയിരുന്നു. അവര് ഡബ്ബ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്തിനോ വേണ്ടി ഇറക്കിയൊരു സിനിമ. ഒരു കഥയില്ല. പഴയ കുച്ച് കുച്ച് ഹോത്താ ഹൈ, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, ആ ഇന്ന സിനിമയിലെ കുറെ ഡയലോഗ്സും അതിലെ കുറെ സീൻസും കോപ്പി അടിച്ച് പഴയ വെസ്റ്റേൺ ഹൈസ്കൂൾ റോംകോമും പിന്നെ ഏഷ്യൻ ഡ്രാമ, ഏഷ്യൻ മൂവീസ് ഒക്കെ കുറെ സ്റ്റോറീസ് ഒക്കെ ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കിയ ഒരു അൾട്രാ ഫേക്ക് ഒരു സിനിമ. ഡയറക്ഷൻ ബൈ ഷോന ഗൗതം. ആകെ ഒരു കാര്യം പറയാനുള്ളൂ, ഇനി ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡയറക്ഷൻ പഠിച്ചിട്ട് ചെയ്യുക എന്നാണ് അഭ്യർത്ഥന. അതേപോലെ തന്നെ ഇതിലെ എഴുത്തുകാരാണ് ഇഷിത മൊയ്ത്ര, റിവ റസ്ദാൻ കപൂർ, ജഹാൻ ഹന്തു. ഇവരിനി എഴുതാതിരിക്കണമെന്നാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അത്രയും ഈ 4 കെട്ടുകളാണ് ഈ സിനിമയെ നശിപ്പിച്ചത്. പിന്നെ ഇതിലെ മ്യൂസിക് ബൈ സച്ചിൻ ജിഗർ. മ്യൂസിക്കിന് പോലും വലിയ ഫീൽ ഉണ്ടായില്ല. പക്ഷെ എങ്ങനെ ഫീൽ ഉണ്ടാവാനാ? ഒരു റൊമാൻസോ കെമിസ്ട്രിയോ ഒരു ലൈഫിൽ അത്ര സിനിമയിൽ വർക്കാവാനേ ചാൻസ് ഇല്ല. വിഷ്വൽസ് കുഴപ്പമില്ലായിരുന്നെങ്കിലും ഒട്ടും മെമ്മറബിൾ ആയി തോന്നിയില്ല. എഡിറ്റിംഗ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ബോർ അടിക്കില്ല, പക്ഷെ വെറുപ്പിക്കും. ഇനി ഇതിലെ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാരന്റ്സിന്റെ കാസ്റ്റിംഗ് കിടിലൻ. അതാണ് ഏറ്റവും നല്ല കാര്യം. ദിയ മിർസ, സുനിൽ ഷെട്ടി, മഹിമ ചൗധരി, ജുഗൽ ഹൻസ്രാജ്, ഇവര് 4 പേര് നല്ല വെടിപ്പായി നല്ല വൃത്തിക്ക് തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പോർഷൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും, ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. സോ ഓവറോൾ നാഥാനി എന്ന സിനിമ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനിയിപ്പോ കാണാൻ കൊതിയാവുകയാണെങ്കിൽ, എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സൂപ്പർ ബോയ്സ് അറ്റ് മേൽഗാവ് എന്ന സിനിമ ഇപ്പോൾ തിയേറ്റേഴ്സിൽ റണ്ണിംഗ് ആണ്, അത് പോയി കാണുക. അല്ലെങ്കിൽ ഡോഗ് ഡയറീസ് എന്ന ബുക്ക് ഉണ്ട്, അതും വേണമെങ്കിൽ വായിച്ചോ, വേർത്താണ്.